Hello, good morning, good morning. Good morning, everyone. Hi, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? Thank you so much for joining today's meditation. അത് meditations join ചെയ്തതിൽ വളരെയധികം സന്തോഷം. Thank you so much once again for joining. നമ്മളുടെ happy morning. How was the gratitude? നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പിലും അപ്ഡേറ്റ് അറിയിക്കട്ടെ ശരത്. താങ്ക് യു സോ മച്ച്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ പവർ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറയുന്ന വിഷയമാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ ശരിക്കും ഒരു അപ്രീസിയേഷൻ മെത്തേഡാണ്. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തുണ്ട് എന്നുള്ളതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, നല്ലതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, നല്ലതിന് വില കൽപ്പിക്കുക, അതിന് നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക, അഭിനന്ദനം അറിയിക്കുക, അതിന് അതിൻ്റെതായിട്ടുള്ള വില കൽപ്പിക്കുക എന്നൊക്കെയാണ് അപ്രീസിയേഷൻ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന്, നമ്മൾ വില കൽപ്പിക്കുക, അഭിനന്ദനം അറിയിക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് താങ്ക്സ് പറയുക. ഇതൊക്കെ അപ്രീസിയേഷനാണ്. അപ്പോ റെഡിയാണല്ലോ? ആർ യു റെഡി ഫോർ ടുഡേ സെഷൻ? അപ്പൊ ഇതിന്റെ ഇടയിൽ ചെറിയൊരു മെസ്സേജ് പറയുകയാണ്. നമ്മളുടെ പ്രോഗ്രാം 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൺലൈൻ കോച്ചിങ്, 10 days ഓൺലൈൻ കോച്ചിങ്, EFT ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനുള്ള EFT കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 15-ാം തീയതിക്കുള്ളിൽ ഡിസ്കൗണ്ട് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളുടെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എനിവേ, പവർ ഓഫ് അപ്രീസിയേഷൻ നമ്മളുടെ എന്താണ് ആ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പവർ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. ആ ബ്ലെസ്സിങ്സ് മുഴുവൻ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നുണ്ട്. ആ ബ്ലെസ്സിങ്സ് ഉണ്ടോ എന്നുള്ളതിനെക്കാട്ടിലും അത് കാണുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന, അത് കണ്ടിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടേണ്ട ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പൊ അപ്രീസിയേഷനെ പറ്റി പറയുമ്പോൾ 3 തലത്തിലുണ്ട്. ഒന്ന്, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. 2, നമ്മളുടെ ലൈഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ലൈഫ് അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകൾ, സിറ്റുവേഷൻസ്, നമുക്ക് എന്തുണ്ട് എന്നുള്ളതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ അപ്രീഷിയേറ്റ്, അതിനെ പറയും സെൽഫ് എസ്റ്റീം എന്ന് പറയും. രണ്ടാമത്തത് അപ്രീസിയേഷൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഷോയിങ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക, നമുക്ക് എന്തൊക്കെ ഉണ്ട് അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. അടുത്തത് അപ്രീസിയേഷൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരിലെ നന്മകൾ നമുക്ക് കാണാൻ കഴിയുക. ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്രീസിയേഷൻ ഏറ്റവും ചുരുങ്ങിയ രീതി, ബ്രോഡർ രീതിയിൽ പല രീതിയിലും നമുക്ക് കാണാം, പക്ഷെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഈ 3 രീതിയിൽ നമുക്ക് അപ്രീസിയേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫീൽ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും പറ്റും. അപ്പോ ഈ 3 ചെയ്യുന്നതിനും 3 തരത്തിലുള്ള ബെനഫിറ്റ്സുകളാണ്. അപ്പൊ അപ്രീസിയേഷൻ ഓഫ് സെൽഫ്, അതിലേക്ക് നമുക്ക് ആദ്യം വരാം, അല്ലേ? അപ്രീസിയേഷൻ ഓഫ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യലാണ്, സെൽഫ് എസ്റ്റീം ആണ്. നമ്മളുടെ അധികം ആൾക്കാരുടെയും പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആരുമില്ല, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ശരിയാണോ? നമ്മളെ വിമർശിക്കാൻ ഒരുപാട് പേരുണ്ട്, കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ട്, കുറവുകൾ കണ്ടെത്താൻ ഒരുപാട് പേരുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ സത്യം. നമ്മളുടെ കഴിവുകളെ നമ്മൾ തിരിച്ചറിയാതെ, അല്ലെങ്കിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാതെ, വാല്യൂ കൽപ്പിക്കാതെയാണ് പലപ്പോഴും പോകാറുള്ളത്. അപ്പൊ അത് നമുക്കെന്താ വെച്ചാൽ ലോ എനർജി ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ നയിക്കും. നമ്മൾ എപ്പോഴും നിൽക്കേണ്ടത് ഹയർ ഫ്രീക്വൻസി എനർജിയിലാണ്. ആ ഹയർ ഫ്രീക്വൻസി എനർജിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? പോകണം എന്നുണ്ടെങ്കിൽ ആ ഹയർ ഫ്രീക്വൻസി എനർജി, അതാണ് നമ്മുടെ ലൈഫിൽ അബണ്ടൻസ് കൊണ്ടുവരാൻ പോകുന്നത്. അതാണ് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഫ്രീക്വൻസി, എനർജി ഫ്രീക്വൻസി, അതായത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജിയിൽ പോസിറ്റിവിറ്റി ഉണ്ടാവണം, ആ എനർജിയിൽ ഹോപ്പ് ഉണ്ടാവണം, ആ എനർജിയിൽ നല്ല ഒപ്റ്റിമിസം ഉണ്ടാവണം, ആ എനർജിയിൽ എന്ന് വെച്ചാൽ എല്ലാ നന്മ നിറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസും അതിലുണ്ടെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുക പോസിറ്റീവ് എനർജിയാണ്. ആ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകുന്നു. ആ പുറത്തേക്ക് പോകുന്ന എനർജിയാണ് നിങ്ങൾക്ക് ലൈഫ് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ക്രിയേറ്റ് ചെയ്തു തരുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ ഫീൽ ചെയ്യുന്ന എനർജിക്ക് അനുസരിച്ച് നമ്മുടെ ലൈഫിലേക്ക്
വേണ്ട ബ്ലെസ്സിങ്സോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ വന്നുകൊണ്ടിരിക്കും. ആ എനർജി നെഗറ്റീവ് എനർജി ആവാതിരിക്കുക, പോസിറ്റീവ് എനർജി ആവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് എല്ലായ്പ്പോഴും സെൽഫ് എസ്റ്റീം കൊടുക്കുക, അല്ലെങ്കിൽ സെൽഫ് ലവ് കൊടുക്കുക. സെൽഫ് അപ്രീസിയേഷൻ ആണ് സെൽഫ് എസ്റ്റീം വളർത്താനുള്ള. സെൽഫ് ലവ് വളർത്തണം എന്നുണ്ടെങ്കിൽ സെൽഫ് അപ്രീസിയേഷൻ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? സെൽഫ് ലവ് വളർത്തിയാൽ നമുക്ക് അത് വളർത്തണം എന്നുണ്ടെങ്കിൽ സെൽഫ് എസ്റ്റീം നമ്മളിൽ ഉണ്ടാകണം. സെൽഫ് എസ്റ്റീം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെൽഫ് അപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പൊ നമ്മൾ എന്താ വെച്ചാല് നമ്മൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലുക്ക് ബാക്ക് ആൻഡ് റിഫ്ലക്ട് ഓൺ വേർ യു ഹാവ് ബീൻ ഇൻ യുവർ ലൈഫ്. നിങ്ങൾ എവിടെയായിരുന്നു എന്നതിലേക്ക് തിരിച്ചു നോക്കുക. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം നിങ്ങളുടെ ലൈഫിൽ? നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പാട് നിറഞ്ഞ, ഒന്നുമില്ലാത്ത, പ്രയാസത്തിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന് ഇവിടെ വരെ എത്തിയില്ലേ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പഴയ പാസ്റ്റിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ആ ഒരു നടക്കാൻ കഴിയാത്ത, ഇരിക്കാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത ആ കുഞ്ഞുകുട്ടിയിൽ നിന്ന് വളർന്നു വലുതായി ഇവിടെ വരെ എത്തി. പലതും പഠിച്ചു, എഴുതാൻ പഠിച്ചു, വായിക്കാൻ പഠിച്ചു, പലതും മനസ്സിലാക്കാൻ പഠിച്ചു, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, ജീവിതത്തിൽ പിന്തിരിഞ്ഞില്ല. അതിനുശേഷം സ്കൂളിൽ പോയി, കോളേജിൽ പോയി, അതല്ലെങ്കിൽ മറ്റുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക് കടന്നു. എന്നിട്ട് അതിലെല്ലാം പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറികടന്ന് ഇവിടേക്ക് എത്തി. ഒരുപാട് അറിവ് വർദ്ധിപ്പിച്ചു, ഒരുപാട് കഴിവ് വർദ്ധിപ്പിച്ചു, ഒരുപാട് അനുഭവ സമ്പത്തുണ്ടാക്കി. Am I right? നമ്മളൊരു പരാജയമാണ്, അല്ലെങ്കിൽ നമ്മൾക്കൊന്നുമില്ല. ഇപ്പോ നിങ്ങൾ എന്താണ് എന്നുള്ളതല്ല പ്രധാനം. നിങ്ങൾ എന്തായിരുന്നു, എവിടേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും യു ഹാവ് ഗോൺ ത്രൂ സോ മച്ച്, യു ഹാവ് ലോട്ട് ഓഫ് സ്ട്രെങ്ത് ഇൻസൈഡ് യു. സോ ദാറ്റ് ഈസ് സെൽഫ് അപ്രീസിയേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എടുക്കാവുന്നത്. നമ്മളൊന്ന് റിഫ്ലക്ട് ചെയ്യുക, നമ്മൾ എവിടെ ആയിരുന്നു, എങ്ങനെ നമ്മൾ എത്ര ഇംപ്രൂവ് ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി, എത്ര പേരെ സഹായിക്കാൻ പറ്റി, എത്ര പേരെ പലതും പഠിപ്പിക്കാൻ പറ്റി, പറഞ്ഞു കൊടുക്കാൻ പറ്റി. അതിനെ കുറിച്ചൊന്ന് ആലോചിക്കാം. Just think about what you have been in your life. ഒന്നുമല്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ആ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ലേ? ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് നിങ്ങൾ പല പ്രവർത്തികളും ചെയ്തില്ലേ? നിങ്ങൾ ആ ജോലി ഏറ്റെടുത്തില്ലേ? നിങ്ങൾ ആ ഇന്റർവ്യൂവിൽ വിജയിച്ചില്ലേ? എന്നിട്ട് ആ ജോലി വാങ്ങിച്ചില്ലേ? വാങ്ങിച്ചു. ഒന്നും അറിയാത്തടത്ത് നിന്ന് ആ വിവാഹം കഴിച്ചിട്ട് വിവാഹ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയില്ലേ? കുറെ കാര്യങ്ങളിലൂടെ ഇപ്പോഴും നിങ്ങൾ ജീവിച്ചിരിപ്പില്ലേ? ഇപ്പോഴും നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ലേ ലൈഫുമായിട്ട്? Yes or no? So feel grateful, feel proud of yourself, appreciate yourself. കെട്ടിപ്പിടിച്ചിട്ട് പറയണം, you are important. ഇങ്ങനെ പറയണം, you are important. You are important. You are important. നമ്മൾ എന്താ വെച്ചാൽ നമുക്കെന്ന് വെച്ചാൽ വാല്യുബിൾ ആണ്, നമ്മൾ വാല്യുബിൾ ആണ് എന്നുള്ളത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മളുടെ എഫേർട്സിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് അല്ലേ? ഞാൻ എന്നോട് പറയണം, എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നില്ലേ ഷാഫി? ഞാനിങ്ങനെ എന്നെ വല്ലാണ്ട് കുറ്റപ്പെടുത്തുന്നത്, എല്ലാ ദിവസവും നീ എഫേർട്ട് ഇടുന്നില്ലേടാ, നീ പണിയെടുക്കുന്നില്ലേ, നീ ജോലിക്ക് പോകുന്നില്ലേ? നമ്മളോട് പറയാ, നീ ജോലി ചെയ്യുന്നില്ലേ, നീ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, വീട്ടുജോലി ചെയ്യുന്നില്ലേ, രാവിലെ എണീറ്റിട്ട് ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നില്ലേ, ഭക്ഷണം പാചകം ചെയ്യുന്നില്ലേ, മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നില്ലേ? You are doing amazing. You are doing amazing. You are a good soul. You are beautiful. You are amazing. Self appreciation കൊടുക്കണം. You are not bad.
യു ആർ നോട്ട് ബാഡ്. ബാഡ് അല്ല നീ, നീ മോശമല്ല, നീ ഓക്കെയാണ്. യു ആർ ബ്യൂട്ടിഫുൾ, യു ആർ എ ഗുഡ് സോൾ, യു ആർ ഡൂയിങ് അമേസിങ് തിങ്സ്. ആ ഒരു ലൈക്ക് എന്താ പറയുക, കമ്പാഷനോട് കൂടിയിട്ട് നമ്മളുടെ ഉള്ളിലുള്ള നന്മകൾ എന്താണ്, നമ്മളുടെ ഉള്ളിലുള്ള വലിയ മനസ്സുണ്ട്, എഫോർട്ട് ഇടാൻ. സോ നമ്മൾ പറയണം, നമ്മൾ നമ്മളോട് പറയണം, ഇറ്റ്സ് ഓക്കെ, വട്ട് എവർ ദാറ്റ് യു ആർ ഗോയിങ് ടു, നെവർ എവർ എവർ ഡൗട്ട് യുവർ സെൽഫ്. ഡൗട്ട് ചെയ്യണ്ട, നീ നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്ന ചിന്ത വേണ്ട. നീ നല്ലതാണ്, നിനക്ക് കഴിവുണ്ട്, നിനക്ക് അറിവുണ്ട്, നീ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സോ യു ആർ അമേസിങ്, യു ആർ ദ സൂപ്പർ ഹീറോ ഓർ ഹീറോയിൻ ഓഫ് യുവർ ലൈഫ്. യു ആർ എൻ ഇൻസ്പിറേഷൻ, യു ആർ ഇറ്റ്സെൽഫ് എൻ ഇൻസ്പിറേഷൻ. ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ക്വിറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഇപ്പോഴും തുടരുന്നില്ലേ, ഇപ്പോഴും ഈ സ്ട്രഗിളിങ്ങിലൂടെ മുന്നോട്ട് പോകുന്നില്ലേ, ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നില്ലേ, പഠിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നില്ലേ, ഈ ക്ലാസ്സുകൾ കേൾക്കാൻ കാണിക്കുന്ന ക്ഷമയില്ലേ, അതൊരു ഉത്തരവാദിത്ത ബോധമല്ലേ, അതൊരു ശ്രമമല്ലേ, നന്നാവാനും ബെറ്റർ ആവാനും നല്ല ഉദ്ദേശം ഉള്ളത് കൊണ്ടല്ലേ എന്ന ചിന്തകൾ മനസ്സിലാക്കി കൊടുത്തിട്ട് വെച്ചാൽ സെൽഫ് അപ്രീസിയേഷൻ നടന്നു. സോ ലുക്ക് ബാക്ക് വേർ യു ഹാവ് ബീൻ. നിങ്ങൾ എവിടെ ആയിരുന്നു എന്ന് ഫസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക. എവിടെയായിരുന്നു നിങ്ങൾ? ക്ലിയർ ആണല്ലോ? ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക. എവിടെയായിരുന്നു, എന്തെല്ലാം പ്രശ്നത്തിലൂടെ കടന്നുപോയി. മനസ്സിലാവുന്നുണ്ട്? സോ അടുത്തത് എന്താണെന്ന് വെച്ചാല് put time into your physical health. സെൽഫ് അപ്രീസിയേഷന്റെ ഭാഗമാണ് നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ആ വിഷയം, അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. അതായത് നമ്മളുടെ ബോഡി നല്ല രീതിയിലേക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ കൊണ്ടുവരും. ബോഡിക്ക് ഒരു ഹാപ്പിനെസ് കൊണ്ടുവരും, അപ്രീസിയേഷൻ കൊടുക്കുന്നു. നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ശരീരഭാഗങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക. കൈകളില്ലേ, ഭക്ഷണം കഴിക്കാൻ ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡിലല്ലേ, മെഡിറ്റേഷനിൽ നിങ്ങൾ അനുഭവിച്ചു. അപ്പോ എന്ന് വെച്ചാല് നമുക്ക് കാണാൻ കണ്ണുകളുണ്ട്, നമ്മുടെ അവയവങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. നമുക്ക് കാണാൻ കണ്ണുകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കണ്ണുകൾ പോരാ, എൻ്റെ ശരീരം പോരാ എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തരുത്. എൻ്റെ ഭംഗി പോരാ, എൻ്റെ നിറം പോരാ എന്ന് സ്വയം കുറ്റപ്പെടുന്ന രീതിയിലേക്ക് പോകരുത്. സ്വയം കുറ്റപ്പെടുന്ന രീതിയിലേക്ക് പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? സ്വയം കുറ്റപ്പെടുന്ന രീതിയിലേക്ക്, മറ്റുള്ളവരെയാണെങ്കിലും സ്വന്തത്തെ ആണെങ്കിലും കുറ്റപ്പെടുന്ന രീതിയിലേക്ക് പോകരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്താ വെച്ചാല് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം, ഹെൽത്തി ആയിട്ട് ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളോട് എന്താ വെച്ചാല് സെൽഫ് അപ്രീസിയേഷൻ നടത്തുക. നമ്മൾ നമ്മുടെ ശരീര അവയവങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക, ഓരോ അവയവങ്ങളെയും അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മുടെ ശ്രമങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മളോട് എന്താ വെച്ചാൽ പറയണം, സെൽഫ് എസ്റ്റീം കൊടുക്കണം. യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഐ, യു ഹാവ് എ ഹെൽത്തി ഹൈ, യു ഹാവ് എ ഹെൽത്തി മൈൻഡ്, യു ഹാവ് എ ഹെൽത്തി മൗത്ത്, യു ഹാവ് എ ഹെൽത്തി ഹാൻഡ്സ്, യു ഹാവ് ലൈക്ക് സ്കിൽഡ് ഹാൻഡ്സ്. നല്ല കഴിവുകളുള്ള, നല്ല സ്ട്രെങ്ത് ഉള്ള. സെൽഫ് അപ്രീസിയേഷൻ കൊടുക്കണം. എന്താണ് നമ്മൾ എന്തെല്ലാം നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ഇന്നലെ ഹെൽത്തി ലെഗ്സ് ഉണ്ട്, കാലുകളുണ്ട്, ആരോഗ്യമുള്ള കാലുകളുണ്ട്, ആരോഗ്യമുള്ള കൈകളുണ്ട്, ആരോഗ്യമുള്ള മനസ്സുണ്ട്, ആരോഗ്യമുള്ള കണ്ണുകളുണ്ട്, ആരോഗ്യമുള്ള ചെവിയുണ്ട്. എന്താണ് നമുക്കുള്ളത്? ആ ഉള്ള സംഗതികളിൽ നമ്മൾ സെൽഫ് അപ്രീസിയേഷൻ ചെയ്യണം.
അതിന്റെ ബ്യൂട്ടി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് ഹെൽത്തി ആണല്ലോ, അത് ഉഷാറാണല്ലോ എന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൃദയമില്ലേ, ആന്തരിക അവയവങ്ങളില്ലേ, എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, സ്മെല് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാം. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അപ്രീസിയേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മളാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സെൽഫ് അപ്രീസിയേഷൻ നടത്തുക. അടുത്തത് എന്താണ്? സെൽഫ് അപ്രീസിയേഷനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അപ്രീസിയേഷൻ ഓഫ് യുവർ ലൈഫിനെ കുറിച്ചുള്ള അപ്രീസിയേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് നമ്മൾ അപ്രീസിയേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്താ? അപ്രീസിയേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ദേഷ്യത്തിന് എന്തുണ്ടാവില്ല, സ്പേസ് ഉണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവില്ല. ദേഷ്യം കുറഞ്ഞു നമുക്ക് ഇല്ല നമ്മുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഈ സംഗതികളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ അൺഹെൽത്തി ആയിട്ടുള്ള ചിന്തകളിലേക്ക് അത് പോകും. ഇല്ലായ്മകളെ കുറിച്ച് ചിന്തിക്കുക, പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, പ്രയാസങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പലപ്പോഴും എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ വെറുപ്പും, കൂടുതൽ വിദ്വേഷവും, കൂടുതൽ സ്വയം വെറുക്കുന്ന ഒരവസ്ഥയും, ലൈഫിനെ വെറുക്കുന്ന ഒരവസ്ഥയും അതിലേക്ക് അത്. അപ്പൊ നമുക്ക് ദേഷ്യമായിരിക്കും വല്ല. ഇത് നമ്മളുടെ ബന്ധങ്ങളിൽ വലിയ പ്രശ്നം ഉണ്ടാകും, ക്ഷമയുണ്ടാവില്ല. നമ്മൾ മറ്റുള്ളവരോട് എന്താ വെച്ചാൽ ക്ഷമയോട് കൂടിയിട്ടോ നല്ലൊരു പക്വതയോട് കൂടിയിട്ടോ കാമായിട്ടോ സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എന്താ വെച്ചാൽ അത് പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്രീസിയേഷൻ നന്നായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല കൊടുക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ള വസ്തുക്കൾക്ക് നമ്മുടെ ലൈഫിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തൊക്കെ എൻ്റെ ലൈഫിലുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കി, ഒന്ന് എഴുതിയേ, എന്തൊക്കെ ഉണ്ട് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും, എന്തെല്ലാം ഉണ്ട്? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? വീടുണ്ട്, കാറുണ്ട്, ഹെൽത്തി ഫാമിലി ഉണ്ട്. ഓക്കെ, വേറെ എന്തൊക്കെയാണുള്ളത്? വീടുണ്ട്, ഫാമിലി ഉണ്ട്, ഗുഡ് ജോബ് ഉണ്ട്, വെരി ഗുഡ്. വേറെ ബിസിനസ് ഉണ്ട്, ജസ്റ്റ് എഴുതും, എല്ലാവരും എഴുതും. ഹെൽത്തി ഫ്രണ്ട്സ് ഉണ്ട്, യെസ്, വെരി ഗുഡ്. എന്തൊക്കെ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. നല്ല ആരോഗ്യപരമായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, നല്ല ആരോഗ്യമുണ്ട്. വേറെന്താ ഉള്ളത്? സൗന്ദര്യമുണ്ട്, അല്ലേ? എല്ലാവരും നമ്മളൊക്കെ നല്ല മനുഷ്യന്മാരൊക്കെയാണ്, മനുഷ്യന്മാരും മനുഷ്യത്തികളൊക്കെയാണ്. നല്ല സൗന്ദര്യമുണ്ട്, പിന്നെന്താ? നല്ല അയൽപ്പക്കക്കാരുണ്ട്, നല്ല ബിസിനസ് ഉണ്ട്, നല്ല ഹാപ്പിനെസ് ഉണ്ട്. ഗുഡ് മൈൻഡ് സെറ്റ് ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, സമ്പത്തുണ്ട്, നല്ല ജോലിയുണ്ട്. ഓക്കെ, നന്മയുണ്ട്. വേറെന്താ ഉള്ളത്? നല്ല മക്കളുണ്ട്. എന്തെല്ലാം ഉണ്ട് അതിലേക്ക് എന്താ വെച്ചാല് അട്രാക്ട് ചെയ്യും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അപ്രീസിയേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നാ പറയാം. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെയുള്ളത് കൂടുതൽ അട്രാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അപ്രീസിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ ലൈഫിലേക്ക് കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ തിയറി പറയുന്നത് അതാണ്. മാജിക് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അപ്പൊ ആ ബുക്കിൽ എന്താ വെച്ചാൽ മാജിക് എല്ലാവരും വായിക്കേണ്ട ഒരു ബുക്കാണ് മാജിക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്കാണ്. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചും അപ്രീസിയേഷനെ കുറിച്ചും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ബുക്കാണ്. മനസ്സിലാകുന്നുണ്ട്? അപ്പോ നമ്മൾ കംപ്ലൈന്റ് പറയാ, എന്റെ ജോലി എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വേണ്ടത്ര പണമില്ല, അല്ലെങ്കിൽ എന്താ വെച്ചാൽ എനിക്കൊരു നല്ലൊരു ലൈഫ് പാർട്ണർ ഇല്ല, അല്ലെങ്കിൽ എന്റെ ബില്ല് കറക്റ്റ് ആയിട്ട് പേ ചെയ്യാൻ പറ്റുന്നില്ല.
അല്ലെങ്കിൽ എനിക്ക് ഞാൻ ആകെ ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അവൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അവൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, എന്റെ ഫാമിലിയായിട്ട് എന്റെ പാരന്റ്സുമായിട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല, എന്റെ മക്കൾ എനിക്ക് വലിയൊരു തലവേദനയാണ്, എന്റെ ലൈഫ് ആകെ മെസ്സാണ് എന്ന് മൈ മാരേജ് ഇങ്ങനെയുള്ള രീതിയിലുള്ള ചിന്തകൾ കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രശ്നങ്ങളും സംഗതികളും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്ന പറയുന്നത്. അപ്രീസിയേഷൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ, നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ 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 വന്നുകൊണ്ടിരിക്കും. അപ്പൊ മനഃപൂർവ്വം ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഐ ലൈക്ക് മൈ ജോബ്. പ്രശ്നമുണ്ടാവും ആ ജോബിൽ എന്തോ ഒരു നല്ലല്ലേ. നിങ്ങളുടെ ജോലി ഒരു ജോലിയും കിട്ടാത്ത ആളുടെ സ്വപ്നമല്ലേ? ആണോ? നിങ്ങളുടെ ജോലി ഒരു ജോലിയും കിട്ടാത്ത ആളുടെ സ്വപ്നമാണോ? ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച ജോലിയല്ലേ? ഒരു സമയത്ത് നിങ്ങളുടെ സ്വപ്നമായിരുന്ന ജോലിയല്ലേ? ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് തേടി പിടിച്ച് കണ്ടെത്തിയ ജോലിയല്ലേ? അല്ലെങ്കിൽ വീടല്ലേ? ബിസിനസ് അല്ലേ? വീടില്ലാത്തവന് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന പോരായ്മകളുള്ള വീടില്ലാത്തവന്റെ സ്വപ്നമല്ലേ? കിടക്കാൻ ഒരിടമില്ലാത്തവന്റെ സ്വപ്നമല്ലേ? സോ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് അത് ലഭിക്കാത്തവന് സ്വപ്നമാണ്. നിങ്ങൾ കംപ്ലൈന്റ് പറയുന്ന, പരാതി പറയുന്ന പല സംഗതികളും സ്വപ്നമാണ്. ഭംഗിയില്ല, സൗന്ദര്യമില്ല, ഹൈറ്റ് ഇല്ല എന്ന് പറയുന്ന ഒരാള് അല്ലെ, സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരാള്, കൈകാലുകാലിൽ എന്താ പറയാ, ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ടെന്ന് വെച്ചാല്, ഒരാൾ പറഞ്ഞൊരു സംഗതിയാണ്, ഞാൻ എന്നും എനിക്ക് നല്ല ഷൂ ഇല്ലാത്തതിന് കംപ്ലൈന്റ് പറയുമായിരുന്നു, 2 കാലില്ലാത്ത ഒരാളെ കാണുന്നത് വരെ. മനസ്സിലാവുന്നുണ്ടോ? 2 കാലില്ലാതെ. അപ്പൊ നമ്മൾക്കെന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ട് എന്നുള്ളതിലാണ് കൂടുതൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമ്മുടെ ലൈഫിലേക്ക് വരിക. നിങ്ങളെന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെച്ചാല്, എന്റെ ജോലി എനിക്ക് ഇഷ്ടമാണ്, എന്റെ ഫാമിലി എന്റെ കൂടെ നല്ല സപ്പോർട്ടീവ് ആണ്, എന്റെ നല്ല എന്താ പറയാ ഒഴിവ് സമയം എനിക്ക് ചെലവഴിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് നല്ല അമേസിങ് ഫീലിംഗ് ആണ് ഇന്ന് എനിക്കുള്ളത്, എനിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഞാൻ സേഫ് ആണ്, ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ നല്ല ചിന്തകൾ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? നമ്മൾക്ക് അത് തന്നെ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. യു റീപ് വാട്ട് യു സോ. നിങ്ങൾ എന്താണോ വിതക്കുന്നത് അതാണ് കൊയ്യുക. മനസ്സിനുള്ളിൽ എന്താണ് വിതക്കുന്നത്, അപ്രീസിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, മനസ്സിനുള്ളിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ, അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊയ്യാൻ പറ്റും. നമ്മൾ അതിന് പകരം കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക, പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്? അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്രീഷിയേറ്റ് ചെയ്യാനോ ഹാപ്പി ആകാനോ ഒരു കാരണം കണ്ടെത്തരുത്. നമ്മൾ അവസാനം കംഫർട്ട് സോണിലേക്ക് പോകുമോ? ഇല്ല, കംഫർട്ട് സോണിലേക്ക് നിങ്ങൾ പോവല്ല. ഉള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്താൽ നമ്മൾ കംഫർട്ട് സോണിലേക്ക് പോവല്ല ചെയ്യും. നമുക്ക് കൂടുതൽ, അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനാണ്? ഉദ്ദേശം എന്താണ്? കൂടുതൽ ലൈഫ് ബെറ്റർ ആവാനാണ്, കൂടുതൽ ഇംപ്രൂവ്ഡ് ആവാനാണ് എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അപ്രീസിയേഷനെ പറ്റി പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിലേക്ക് കൂടുതൽ അബണ്ടൻസ്, ഐശ്വര്യം, സമ്പൽ സമൃദ്ധിയും ഒക്കെ നമ്മളിലേക്ക് വരും. അപ്പോ ലൈഫിലേക്ക് എന്ത് ചെയ്യുക? അത് കറക്റ്റായിട്ട് നല്ല രീതിയിലേക്ക് കൊടുക്കുക. ഡെലിബറേറ്റ്ലി തിങ്ക് ആൻഡ് സേ ദ മാജിക് വേർഡ്. മാജിക് വേർഡ് ഉണ്ട്, വേണോ? മാജിക് വേർഡ്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന മാജിക് വേർഡ്. ഹലോ, ഒരു മാജിക് ഫോർമുലയുണ്ട്.
സംഗതി ഇതാണ്, ഡെലിബറേറ്റ്ലി തിങ്ക് ആൻഡ് സേ ദ മാജിക് വേർഡ്സ്. താങ്ക് യു. താങ്ക് യു എന്ന് പറയാം. യൂണിവേഴ്സിനോട് താങ്ക് യു എന്ന് പറയാം. താങ്ക് യു, 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 താങ്ക് യു ഫോർ എവറിഥിങ്. താങ്ക് യു ഫോർ മൈ ഹെൽത്ത്. താങ്ക് യു ഫോർ മൈ eyesight. Thank you for my mouth. Thank you for my teeth. Thank you for my voice. Thank you for my tongue. Thank you for my ears. Thank you for my shoulders. Thank you for my hands. Thank you for my legs. Thank you for my fingers. Thank you for the nails. Thank you for the skin. Thank you for the smell. Thank you for the nose. Thank you for the ability to read. Thank you for the ability to listen. Thank you for the ability to feel. Thank you for my hair. Thank you for the smile. Thank you for each and everything. Thanks to Parya. Thank you, 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 Parya. Thank you. Thank you for the family. Thank you for the people. Thank you for this world. Thank you for this earth. Thank you for the air. Thank you for the water. Thank you for the sun. Thank you for the rain. മഴയ്ക്ക് നന്ദി പറയാ, വെള്ളത്തിന് നന്ദി പറയാ, ഭക്ഷണത്തിന് നന്ദി പറയാ, വെജിറ്റബിൾസിന് നന്ദി പറയാ, വെജിറ്റബിൾസ് ഉണ്ടാക്കുന്ന കർഷകർക്ക് നന്ദി പറയാ, അരി ഭക്ഷണം നൽകുന്ന കർഷകർക്ക് നന്ദി പറയാം, അത് ഉണ്ടാക്കുന്നത് യാത്ര ചെയ്ത് അത് ഇങ്ങോട്ട് എത്തിക്കുന്ന ട്രക്ക് ഡ്രൈവേഴ്സിന് നന്ദി പറയാം, കച്ചവടക്കാർക്ക് നന്ദി പറയാം, അത് വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നന്ദി പറയാം, അത് ഭക്ഷണമാക്കിയിട്ട് വിളമ്പി തരുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നന്ദി പറയാം, നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ, ആസ്വദിച്ച് കഴിക്കാൻ, നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കുന്ന നിങ്ങളുടെ മക്കളോട് നന്ദി പറയാം. എവ്രി മൊമെന്റ്, എവ്രിതിങ്. വായിക്കാനുള്ള പുസ്തകം എഴുതിയ എഴുത്തുകാരോട് നന്ദി പറയാം, അത് പ്രിന്റ് ചെയ്തിട്ടുള്ള പ്രിന്റിംഗ് പ്രസ്സുകാരോട് നന്ദി പറയാം. യു ജസ്റ്റ് സേ താങ്ക് യു ടു എവ്രി വൺ. ലൈഫിൽ ഒരുപാടുണ്ട്, മില്യൺസ് ഓഫ് റീസൺസ് ആർ ടു സേ താങ്ക് യു. നിങ്ങളുടെ ജീവിതം ബ്യൂട്ടിഫുൾ ആകാൻ നിങ്ങൾ ജസ്റ്റ് അങ്ങ് ജനിച്ചു വീണു, നിങ്ങൾ അങ്ങ് ജനിച്ചത് കൊണ്ട് ബ്യൂട്ടിഫുൾ ആവില്ല. ഇറ്റ്സ് എ കോ ക്രിയേഷൻ. ഒരുപാട് പേരടങ്ങിയിട്ടുള്ള ലോകമാണ്. ആൻഡ് യു ആർ നോട്ട് അലോൺ. ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് ചിന്തിക്കാനും ഒറ്റയ്ക്ക് ഞാൻ എന്തോ ആണെന്ന് ചിന്തിക്കാനും ഭയങ്കര കഷ്ടമാണ്, വിഷമമാണ്, പ്രയാസമാണ്, സ്ട്രെസ്സാണ്. എല്ലാവരും കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ വേൾഡാണിത്. എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യണം. ഫീൽ ദാറ്റ് വൈബ്രേഷൻ, ഫീൽ ദാറ്റ് എനർജി, ഫീൽ ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. ആൻഡ് ബൈ ഫീലിംഗ് ദാറ്റ്, ആ ഗ്രാറ്റിറ്റ്യൂഡ്, ആ നന്ദി ഫീൽ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ പോസിറ്റീവ് ആവട്ടെ. അത് പോസിറ്റീവ് ആയിട്ട് അത് നിങ്ങൾക്ക് അതൊരു അബണ്ടൻസിന്റെ, അപ്പോൾ നിങ്ങൾക്ക് അബണ്ടൻസ് ഫീൽ. എത്ര കണ്ട് സുന്ദരമാണ്, എത്ര കണ്ട് സമ്പൽ സമൃദ്ധമാണ്, എത്ര കണ്ട് ബ്യൂട്ടിഫുൾ ആണ് ഈ ലോകം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ് 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 വന്നുകൊണ്ടേയിരിക്കും. The more you deliberately think and say the magic words thank you, the more gratitude you feel. ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രത്യേകത, എത്ര കണ്ട് കൂടുതൽ പറയുന്നുവോ അത്ര കണ്ട് കൂടുതൽ ഫീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും, കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആകും. അത് മാത്രമല്ല, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല അവസരങ്ങൾ കാണാനുള്ള കഴിവ് വർദ്ധിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല അവസരങ്ങൾ, നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണ്ടേ, യെസ് ഓർ നോ, എത്തണോ? നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണ്ടേ? അതിനുവേണ്ട അവസരങ്ങൾ നമ്മുടെ മുൻപിൽ തെളിയണ്ടേ? ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരാൾക്ക്, അപ്രീസിയേഷൻ കൊടുക്കുന്ന ഒരാൾക്ക്, ലൈഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് കൂടുതൽ എന്ത് ചെയ്യും? ഈ പ്രപഞ്ചശക്തി എന്ന് വെച്ചാൽ കൂടുതൽ കാണാൻ കഴിയും, കൂടുതൽ അവസരങ്ങൾ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കും, കൂടുതൽ ആശയങ്ങൾ, നല്ല വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും, നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും, നല്ല ആശയങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും, നല്ല ഐഡിയാസ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും, നല്ല അറിവുകൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും.
നിങ്ങൾക്ക് അത് തന്നെ കാണാൻ കഴിയും, കൂടുതൽ അവസരങ്ങൾ കാണാൻ കഴിയും. അപ്രീഷിയേറ്റ് ചെയ്യാത്ത ഒരാൾക്ക് എന്താ വെച്ചാല്, ലൈഫിനെ അപ്രീഷിയേറ്റ് ചെയ്യാത്ത ഒരാൾക്ക് എന്താ വെച്ചാല് പ്രശ്നങ്ങൾ 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 തടസ്സങ്ങൾ 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 എവിടെ നോക്കിയാലും തടസ്സം, അടഞ്ഞു കിടക്കുന്ന ഡോറുകൾ. മറിച്ചെന്ന് വെച്ചാല് വഴികൾ വന്ന് മുൻപിലേക്ക് വഴികൾ ഓരോന്നായി ഓപ്പണപ്പായി വരും. ക്ലിയർ ആണോ പറയുന്നത്? And that will happen. The more gratitude you deliver, you think and feel, the more abundance you receive. എത്ര കണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നുവോ അത്ര കണ്ട് നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് അബണ്ടൻസ് നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ ഫീലിംഗ്. അതൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അപ്രീഷിയേഷൻ കൊടുക്കുക എന്ന് പറയുന്നത്, അത് ഡെലിബറേറ്റ്ലി ഫീൽ ചെയ്യേണ്ട കാര്യം, മനഃപൂർവ്വം ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വരുന്നതല്ല. You have to feel it and say it. Thank you so much. Thank you so much. Thank you so much. Thank you so much. You have to say and feel it. എത്ര കണ്ട് പറ്റുന്നു അത്ര കണ്ട് പറയുക. കാരണം it is the force, because it is the force of your feeling that accelerates the magic in your life. നമ്മുടെ ലൈഫിൽ മാജിക് സംഭവിക്കണമെങ്കിൽ, മാന്ത്രികപരമായിട്ട് അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, അനുഗ്രഹങ്ങളുടെ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, ആ മാജിക് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, അതിനെ ആക്സിലറേറ്റ് ചെയ്യുന്നത്, അതിനെ ഉത്തേജിപ്പിക്കുന്നത്, ആ മാജിക്കിനെ ഉത്തേജിപ്പിക്കുന്നത്, അത്ഭുതങ്ങളെ ഉത്തേജിപ്പിക്കുന്ന പവറുള്ള കീ ആണ്, അതിന്റെ ഫ്യൂവലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ധനമാണെന്ത്? മാജിക്കിനെ ഉത്തേജിപ്പിക്കുന്ന ഇന്ധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. സോ മനഃപൂർവ്വം പറയും. വണ്ടി വെറുതെ സ്റ്റാർട്ട് ചെയ്യുമോ? കീ കൊടുത്താലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മനഃപൂർവ്വം സ്റ്റാർട്ട് ചെയ്തേ പറ്റുമോ? റൈറ്റ് എന്ന് പറയുന്നത് പോലെ വണ്ടിയിലേക്ക് മനഃപൂർവ്വം എണ്ണ ഒഴിച്ചാലേ പറ്റുള്ളൂ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അതുപോലെ നമ്മളുടെ ലൈഫിൽ മാജിക് എന്ന് പറയുന്ന സംഗതി വർക്കൗട്ട് ചെയ്യുന്നു. ഓക്കെ, മാജിക് എന്ന സംഗതി വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യും. യു മനഃപൂർവ്വം പറയുക. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് ലഭിക്കുന്ന ചെയ്യും. ഈ യൂണിവേഴ്സിലേക്ക് നിങ്ങൾ എന്താ കൊടുക്കുന്നത്? എന്താ അപ്രീസിയേഷൻ കൊടുക്കുന്നുണ്ടോ? എന്താ കംപ്ലൈന്റ് ആണ്? അപ്രീസിയേഷന്റെ ഓപ്പോസിറ്റ് എന്താ? കംപ്ലൈന്റ് ആണ്, അല്ലെ? അഭിനന്ദിക്കുക, വിമർശിക്കുക. ഈ ലൈഫ് പോരാ, എന്റെ ലൈഫ് ഇങ്ങനെയായി എന്നുള്ള രീതിയിലേക്ക്. അതിന് പകരം വെച്ചാൽ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ എത്ര കണ്ട് ഫീലിംഗ് ഇൻക്രീസ് ചെയ്യും. ശരിക്കും ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ, അപ്രീസിയേഷന്റെ ഫീലിംഗ് എത്ര കണ്ട് വലുതാണോ അത്ര കണ്ട് വലുതായിരിക്കും. അതിനനുസരിച്ചായിരിക്കും, സെയിം പ്രപ്പോർഷനിൽ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ്സ് വരുന്നത്. എത്ര കണ്ട് നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നു അതേ സൈസിൽ എന്ത് ചെയ്യും? അപ്പൊ എന്ന് വെച്ചാൽ എത്ര കണ്ട് വലുതായിട്ട് നിങ്ങൾക്ക് ലഭിക്കണോ അത്ര കണ്ട് നിങ്ങൾ അപ്രീസിയേഷൻ കൊടുക്കണം. അപ്രീസിയേഷൻ ഇസ് എ മസ്റ്റ്. വെറുതെ കിട്ടില്ല. യൂണിവേഴ്സ് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് തരുന്നതാണ്. അത് ഒരു ബേസിക് ആയിട്ട്. പക്ഷെ ലൈഫിൽ അബണ്ടൻസ് വരണം. ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കണം. ഒരുപാട് വന്നുകൊണ്ടേയിരിക്കണം. ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ട്. വാട്ട് ആർ യു ഗിവിംഗ് ബാക്ക്? നിങ്ങൾ എന്താ തിരിച്ചു കൊടുക്കുന്നത്? ആൻഡ് യു ജസ്റ്റ് ഗിവ് ബാക്ക് നത്തിങ് ബട്ട് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്രീഷിയേറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? The results in your life will expand to be equal to your feeling. നമ്മുടെ ഫീലിംഗിനനുസരിച്ച് ഈക്വൽ ആയിരിക്കുന്ന നമുക്ക് കിട്ടുന്ന റിസൾട്ട്. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഫീൽ ചെയ്യുന്ന ഫീലിംഗിനനുസരിച്ച് ഈക്വൽ ആയിരിക്കും. വാട്ട് ഈസ് എ ഫീലിംഗ് യു നാച്ചുറലി ഫീൽ? ആർ യു ഗ്രേറ്റ്ഫുൾ? എന്താ ദൈവമേ എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുകയാണോ? അതല്ല,
മറിച്ച് മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ the truer your feeling, the more genuine your feeling, the more sincere your feeling, the faster you get result. എത്ര കണ്ട് പ്യുവർ ആയിട്ട്, എത്ര കണ്ട് ജെനുവിൻ ആയിട്ട്, എത്ര കണ്ട് സത്യസന്ധമായിട്ട്, എത്ര കണ്ട് പരിപൂർണമായിട്ട്, എത്ര കണ്ട് അഗാധമായിട്ട്, എത്ര കണ്ട് ആഴത്തിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുവോ, എത്ര കണ്ട് പ്യുവർ ആയിട്ട് ഫീൽ ചെയ്യുന്നു, ഫേക്ക് അല്ലാതെ, ചുമ്മാ പറയാൻ വേണ്ടി പറയല്ലാതെ, ജെനുവിനായിട്ട് മാർദ്ദമായിട്ട്, താങ്ക് യു സോ മച്ച് എന്ന് ഉള്ളിന്റെ ഉള്ളിൽ എന്ന് അത് പറയുന്ന സമയത്ത് കണ്ണിൽ വെള്ളം നിറയുന്നുണ്ടോ, ഫീലിംഗ് വരുന്നുണ്ടോ? when that feeling is there, faster your life will be changed. വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ലൈഫ് ചേഞ്ച് ആവും. ഹലോ, ചുമ്മാ അപ്രീഷിയേറ്റ് ചെയ്ത് പോയാൽ പോരാ. താങ്ക് യു അല്ല, you say with full feeling, gratitude and genuinity, പ്യുവർ ഫീലിംഗോട് കൂടിയിട്ട്, ഒരു കളങ്കവും ഇല്ലാതെ ജെനുവിനായിട്ട് മറ്റുള്ളവരോട് താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച്, വലിയ ഉപകാരമായിട്ട്, താങ്ക് യു സോ മച്ച്, വലിയ ഉപകാരം, താങ്ക് യു സോ മച്ച്. You should show that gratitude, man. And your life will change. Your life will change faster. And thank you so much. മനസ്സിലാകുന്നു? താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ഓരോ ദിവസവും ഈ സെഷൻ കേൾക്കാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റി വെച്ച് ഇവിടെ വരുന്നത്, താങ്ക് യു സോ മച്ച്. Because it gives me hope. നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ വ്യക്തികൾക്കായിക്കോട്ടെ, ലൈഫിനോടാണെങ്കിൽ, ഫീൽ ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, ദി ജെനുവിനിറ്റി, ഫാസ്റ്റർ യുവർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്സ്. കാരണം ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും, ഉള്ളിൽ എനർജി ചേഞ്ച് ആകും, ഉള്ളിലുള്ള എനർജി പ്യുവർ ആകും, ഉള്ളിലുള്ള എനർജി മനസ്സിലാകുന്നുണ്ട്, എനർജി ചേഞ്ച് ആകും, ഉള്ളിലുള്ള പോസിറ്റിവിറ്റി ചേഞ്ച് ആകും. ആൻഡ് ദാറ്റ്, ആ എനർജിയാണ് നിങ്ങളുടെ എനർജിയാണ്, നിങ്ങൾ ആ എനർജിയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ആ എനർജി വൈബ്രേറ്റ്, ഹയർ എനർജിയാണ്, അത് വൈബ്രേറ്റ് ചെയ്ത് പുറത്തു പോകുമ്പോൾ അത് ആ എനർജിയാണ് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തിട്ട് കൊണ്ടുതരുന്നത്. കാരണം ആ എനർജി വൈബ്രേറ്റ് ചെയ്തിട്ട് തരംഗങ്ങളായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ തരംഗങ്ങളാണ് മാച്ച് ആവുന്ന കാര്യങ്ങളെ പിടിച്ച് അട്രാക്ട് ചെയ്ത്, ആ തരംഗങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്, വൈബ്രേഷൻസ്. So faster change will happen. Yeah. And when you discover how little practice it takes, how easy it is to incorporate gratitude. വളരെ സിമ്പിൾ ആണിത്. അപ്രീസിയേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ്. Yes. If you agree, just comment yes. And thank you. Just comment thank you. Yes, and thank you. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, അത് നിങ്ങൾ അങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ ഹാപ്പിനെസ്, ഒരു പേനയും പേപ്പറും എടുത്തിട്ട് എഴുതി വെക്കുക, 20 എണ്ണം 30 എണ്ണം എഴുതി വെക്കുക, അങ്ങനെ ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്ത് എഴുതി വെക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ആ ഹാപ്പിനെസ് ഫീൽ ചെയ്ത് ചിലപ്പോൾ വരില്ല, ഒന്നും ഫീൽ കിട്ടില്ല. ആ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി നമ്മൾ ആ ഫീലിംഗിലേക്ക് വന്ന് മനസ്സിലാവുന്നുണ്ടോ? അതിലേക്ക് വന്നിട്ട് എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ തോന്നൂല, പഴയ നന്ദിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരാൻ തോന്നൂല.
സോ താങ്ക് യു സോ മച്ച്. മനസ്സറിഞ്ഞ് താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട്, ആൻഡ് ഇഫ് യു പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് യുവർ ലൈഫ് വിൽ ചേഞ്ച് ലിറ്റിൽ. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് വളരെ കുറവാണെങ്കിൽ ലൈഫ് ചേഞ്ച് ആവുന്നതും വളരെ കുറവായിരിക്കും. വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ, അതിനർത്ഥം എന്താ വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നല്ല, കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരു ദിവസം ഒരുപാട് തവണ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് തവണ, നമ്മുടെ ലൈഫ് ഭയങ്കര ഡ്രമാറ്റിക്കലി ചേഞ്ച് ആവുന്ന പറയും. ഡ്രമാറ്റിക്കലി ചേഞ്ച് ആകും ലൈഫ്, ഭയങ്കരമായിട്ട് ചേഞ്ച് ആകും. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും, സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ചേഞ്ച് ആകും. എന്താണ്? സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ചേഞ്ച് ആകും. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഒരു വ്യക്തി മതി, ഒരൊറ്റ വ്യക്തി മതി. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ആ വ്യക്തി നിങ്ങളെ ബിസിനസ്സിലേക്ക് പാർട്ണറായിട്ട് വരും. ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ സ്പോൺസറായിട്ട് വരും. ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് വരും. ഒരവസരം മതി, ഒരൊറ്റ അവസരം മതി, ചിലപ്പോൾ കംപ്ലീറ്റ്ലി, അല്ലെ, ബ്രേക്ക് ത്രൂ സംഭവിക്കാം. നിങ്ങളെ രക്ഷപ്പെടും, കംപ്ലീറ്റ്ലി മാറും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് അത്രയ്ക്കും പവർഫുൾ ആണ്. കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കോളൂ, കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്തോളൂ. അത്ഭുതകരമായിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. എങ്ങനെ എന്നുള്ളത് ചോദിക്കേണ്ട, ഇറ്റ് വിൽ ഹാപ്പൻ. ഇറ്റ്സ് ബിക്കോസ് യൂണിവേഴ്സ് വർക്ക് ലൈക്ക് ദാറ്റ്. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം അതാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്താ വെച്ചാല്, നമ്മളുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ എന്താ വെച്ചാൽ നന്നായിട്ട്, നമ്മുടെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയുണ്ട് അത് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു 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 ചെറിയൊരു വേർഡ് പറഞ്ഞുതരാം. അതിന്റെ ഫിൽ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എക്സസൈസ് ആണ്. ഐ ആം ട്രൂലി ബ്ലെസ്ഡ് ടു ഹാവ് വാട്ട്, ബിക്കോസ്, അതായത് ഐ ആം ട്രൂലി ബ്ലെസ്ഡ് ടു ഹാവ് ഡാഷ്. ഞാൻ വളരെയധികം ബ്ലെസ്ഡ് ആണ്. എന്തിന്? ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എന്തുകൊണ്ട് എന്നുള്ളത്. ഞാൻ വളരെയധികം ബ്ലെസ്ഡ് ആണ്, ഞാൻ വളരെയധികം അനുഗ്രഹീതനാണ്, ഡാഷ്. എന്താണെന്നുള്ളത് അവിടെ എഴുതുക. എന്തുകൊണ്ട്? അത്, അതായത് ഞാൻ വളരെയധികം അനുഗ്രഹീതനാണ്, എനിക്ക് ഒരു വീടുള്ളത് കൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ കാരണം കൂടെ, ആ വീടിന്റെ പ്രത്യേകത എന്താണ്, ആ വീടുള്ളത് കൊണ്ട് എന്താണ് അതിന്റെ പ്രത്യേകത, അതിന്റെ എന്തെങ്കിലും ഒരു നന്മ കൂടെ എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? ആ വീട്, ആ വീട്ടിൽ ഞാൻ സേഫാണ്. അങ്ങനെ കാരണങ്ങൾ എഴുതിയിട്ട് അപ്രീസിയേഷൻ കൊടുക്കും. അപ്പൊ എന്താ സംഭവിക്കുക, അത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും, ജെന്യുവൻ ആയിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ബ്ലെസ്സിങ്സ് എന്ത് ചെയ്യണം, നമുക്ക് നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ട്, നമ്മുടെ ശരീരമുണ്ട്, നമുക്ക് ജോലിയുണ്ട്, വിജയം ലഭിച്ചിട്ടുണ്ട്, സമ്പത്ത് ലഭിച്ചിട്ടുണ്ട്, ബന്ധങ്ങളുണ്ട്, നമുക്ക് പാഷൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, സ്നേഹമുണ്ട്, ജീവിതം തന്നെ ഒരു അവസരമാണ്, അല്ലെ? ജീവിതം, ജീവനുണ്ട്, പ്രകൃതിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുമാവാം. അടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഒരു മാജിക് റോക്ക് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ്, ഒരു കല്ല് പോക്കറ്റിൽ ഇട്ട് നടക്കാൻ പറയും. ഒരു പ്രാക്ടീസാണ് മാജിക് റോക്ക് എന്ന് പറഞ്ഞിട്ട്. അത് എപ്പോഴൊക്കെ അത് ടച്ച് ചെയ്യുന്നുവോ അപ്പോഴൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. ഇതെന്തിനാ ഒരു കല്ല് ഉപയോഗിക്കുന്നത്? കാരണം ഇറ്റ്സ് വിയേർഡ്, റൈറ്റ്? ഇറ്റ്സ് ഡിഫറെന്റ്. ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ജസ്റ്റ് എന്താ വെച്ചാൽ അത് എപ്പോഴും നിങ്ങൾ എന്താ വെച്ചാൽ അതിലിങ്ങനെ അത് കയ്യിൽ കൊണ്ട് നടക്കും, എവിടെയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് എന്താ വെച്ചാൽ അത് ടച്ച് ചെയ്യുമ്പോഴൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. കാരണം ഒരു സംതിങ് ഡിഫറെന്റ് ആയ ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ, എന്നിട്ട് അതിനെന്ന് വെച്ചാൽ മാജിക് റോക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അതൊരു പ്രാക്ടീസാണ്, കുറെ ആൾക്കാർ ചെയ്യുന്ന പ്രാക്ടീസാണ്. ഓക്കെ,
അത് ദ സീക്രട്ട് എന്ന് പറയുന്ന മൂവിയിൽ അതിന്റെ ഒരു സിനിമയുണ്ട്, ദ സീക്രട്ട്. ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി, ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയൊക്കെ പറയുന്നു. അതിൽ പറയുന്നു, മനസ്സിലാകുന്നു. അപ്പൊ ഭയങ്കരമായിട്ട് ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആകും. ഓക്കെ, അടുത്തത് എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രീസിയേഷൻ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ സംഗതി എന്താണ്? അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങൾ കാണാൻ കഴിയും. നല്ല ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മറ്റുള്ളവരിൽ നെഗറ്റിവിറ്റി കാണുന്ന സ്വഭാവം നമ്മളിൽ അധികം ആൾക്കാർക്കുള്ളൊരു സംഗതി. ഇൻഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരുടെ പ്രശ്നമാണ് മറ്റുള്ളവരിൽ നെഗറ്റിവിറ്റി കാണുക എന്നുള്ളത്. മറ്റുള്ളവരിൽ നെഗറ്റിവിറ്റി കാണുന്ന സ്വഭാവം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നെഗറ്റിവിറ്റി കൂടുതൽ അട്രാക്ട് ചെയ്യും, പ്രശ്നങ്ങൾ അട്രാക്ട് ചെയ്യും. മറ്റുള്ളവരുടെ പോരായ്മകൾ മാത്രം കാണുക, പ്രശ്നങ്ങൾ മാത്രം കാണുക, ഞാൻ ശരി, ഞാൻ ശരി, ഞാൻ ശരി, ഞാൻ ശരി, ഞാൻ ശരി എന്ന് പറയുന്ന തിങ്കിങ്. മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിത പങ്കാളിയെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എത്ര കാലമായി? നിങ്ങളുടെ മക്കളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എത്ര കാലമായി? നിങ്ങളുടെ ബിസിനസ് പാർട്ണർ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എത്ര കാലമായി? അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ബന്ധം നല്ല രീതിയിലേക്ക് ഉഷാറായിട്ട് വരും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് കാണാനും കൂടുതൽ സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടായി വരും. നിങ്ങൾ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ലാതെ, സെൽഫിഷ് അല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറും. നന്മയുള്ള, വിശാലതയുള്ള, നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു, പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു ആളായിരുന്നു. മറ്റുള്ളവർ നിങ്ങളെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യും. അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ളവർക്ക് കൂടുതൽ അക്സെപ്റ്റൻസ്, നിങ്ങൾക്ക് എന്ത് ചെയ്യും? കൂടുതൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരാളായിട്ട് മാറും. മറ്റുള്ളവർ വെറുക്കപ്പെടാത്ത, മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. അപ്രീസിയേഷൻ ഓഫ് അതേഴ്സ്. പലയിടത്തും റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ നിങ്ങൾ? മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അവരുടെ പോരായ്മകൾ മാത്രം പറയുക, പോരായ്മകൾ കാണുക, അപ്രീസിയേഷൻ കൊടുക്കാതിരിക്കുക. അപ്രീസിയേഷൻ കൊടുക്കുന്നതിൽ പീഷ് കാണിക്കരുത്. ജെനുവിൻ ആയിട്ട് ചെയ്യരുത്, ഫേക്ക് ആയിട്ട് ചെയ്യരുത്. മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ ചെയ്യരുത്, ആത്മാർത്ഥമായിട്ട് ചെയ്യണം. നന്മ ഉദ്ദേശിച്ച് മാത്രം, നിങ്ങളുടെ ഉദ്ദേശമാണ് പ്രധാനം. നന്മ ഉദ്ദേശിച്ചിട്ട് ചെയ്യണം, നന്മ ഉദ്ദേശിച്ചിട്ട് ചെയ്യുക. നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, നിങ്ങളൊരു നന്മ ചെയ്തു എന്നുള്ളതിൽ. അതേപോലെ അത് കേട്ടിട്ടുള്ള ഒരാളുടെ ശരീരത്തിലും പോസിറ്റീവ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പൊ അത് ആ ബന്ധം നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ജെനുവൻലി അപ്രീഷിയേറ്റ് ചെയ്തത്. നിങ്ങളുടെ ഒരു അപ്രീസിയേഷൻ, ഒരൊറ്റ വേർഡ് മതിയാവും ഒരാളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ. വിശ്വരണം, ഒരാളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നിങ്ങളുടെ അപ്രീസിയേഷൻ മതിയാവും. ഒരു വാക്ക് മതി ചില സമയത്ത്. നമുക്കൊക്കെ കേൾക്കേണ്ടത് അതാണ്. യു ആർ അമേസിങ്, യു ആർ ബ്യൂട്ടിഫുൾ. ഇന്നത്തെ ഈ ഒരു സെഷന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തൊരു സംഗതി ഉണ്ട് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എവിടെയായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ ഇവിടെ വരെ എത്തിയില്ലേ, നിങ്ങൾ ഉഷാറല്ലേ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് കിട്ടിയൊരു ഹാപ്പിനെസ് ഉണ്ട്. എനിക്കത് വാക്കുകളുടെ ചെലവേ ഉള്ളൂ. ഇതിന് വല്ല ടാക്സ് കൊടുക്കണം. ദ പവർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത്, വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരാൾക്ക് നമ്മൾ എന്താ വെച്ചാൽ നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഹോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ലൈഫിൽ ജീവിക്കാനുള്ള പ്രതീക്ഷയാണ്. എത്രയോ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു, വല്ലാത്ത വിഷമഘട്ടത്തിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. അവർക്ക് ഭയങ്കര സാന്ത്വനമാണ് നമ്മൾ ഈ പറയുന്ന അപ്രീസിയേഷൻ. അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾ ഉഷാറാണ്, നല്ല ഭംഗിയുള്ള ഡ്രസ്സാണല്ലോ ധരിച്ച്, നല്ല പുഞ്ചിരി ഉണ്ടല്ലോ മുഖത്ത്. നിങ്ങൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിട്ടോ. ചുമ്മാ വെറുതെ പറയരുത്. വെറുതെ പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യും, കേൾക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യും.
ചുമ്മാ പറയാൻ വേണ്ടിയിട്ട് പറയുകയാണെന്നുള്ള രീതിയിൽ. ഇപ്പൊ ഈ ഇന്റർവ്യൂയിലും സ്റ്റേജിലും വേദിയിലൊക്കെ ഇരുത്തിയിട്ട് ഇങ്ങനെ പൊക്കി പറയുന്നത് കേട്ടിട്ടില്ല, അനൗൺസ്മെന്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വ്ളോഗിലൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ ആൾക്കാർ ഇങ്ങനെ. അത് പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. കാരണം അത് പറയണല്ലോ. അതല്ലാതെ ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ അത് ഫീൽ ചെയ്യും. വി ക്യാൻ ഫീൽ ദാറ്റ്. ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തിട്ട് പറയുക, ഷോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ്, അപ്രീഷിയേറ്റ് ചെയ്യുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കാലിക്കറ്റ് പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ നമ്മളിങ്ങനെ നമ്മുടെ പ്രോഗ്രാം നന്നായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറയും, ഫീഡ്ബാക്ക് പറയാൻ പറയും. ചില ആൾക്കാരെന്ന് വെച്ചാൽ ഒരു വളരെ സന്തോഷത്തോടു കൂടി വന്നു പറയും. അവരുടെ ലൈഫിൽ അബണ്ടൻസ് തീർച്ചയായിട്ടും. ചില ആൾക്കാർക്ക് പറയാൻ മടിയായി, ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ പറയാൻ മടിയായി, ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ പറയാൻ പേടിയുള്ളവർ നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ മടിയുള്ളവരുണ്ട്, പിശുക്ക് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോ എന്തിനാ പറയുന്നത്, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മളെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. നിങ്ങളുടെ എംപ്ലോയീസിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കിയേ, കൂടുതൽ സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് അവർ വർക്ക് ചെയ്യുന്ന കാണാം. ഇപ്പൊ എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്ത് തരുന്ന ആളുണ്ട്. ആൾ എന്നോട് പറയും, ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് അയച്ചെന്ന് കഴിഞ്ഞാൽ, സാർ എന്തെങ്കിലും പറയണം കേട്ടോ, എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണം, ഒന്നുകിലും ഒരു നിർദ്ദേശം, അല്ല ഒന്നും പറയാതെ നമ്മൾ എന്താ വെച്ചാൽ അയാളുടെ വർക്കാണെന്ന് വിചാരിച്ച് ഓക്കെ ആള് നമ്മൾ പേയ്മെന്റ് കൊടുക്കുക, അതല്ല. ആളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട് എന്നുള്ള അതിൽ എന്തെങ്കിലും പ്ലസ് പോയിന്റ്സ്. അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോസും എനിക്ക് അയക്കുമ്പോൾ എന്റെ മൈൻഡിലേക്ക് അത് ഇങ്ങോട്ട് വരും. അപ്പൊ ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, അതിലെ ഇന്ന നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കാണിച്ചു കൊടുക്കും. എന്നിട്ട് എന്താ വെച്ചാൽ അതിൽ കറക്റ്റ് ചെയ്യേണ്ടത് ഇതാണെന്ന് പറയും. അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിമർശിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. തൊഴിലാളികളാവട്ടെ, അതേപോലെ തന്നെ മക്കളെ ആവട്ടെ, നിങ്ങൾക്ക് ജീവിത പങ്കാളിയായിട്ട് വിമർശിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പറ്റി പറയുക, അവരെത്രത്തോളം നല്ല വ്യക്തികളാണ് എന്നുള്ളത് പറയുക. എന്നിട്ട് നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവരത് അപ്രീസിയേഷൻ റിസീവ് ചെയ്യാനുള്ള വിമർശിക്കുമ്പോൾ ആ വിമർശനം റിസീവ് ചെയ്യാനുള്ള മോഡിലേക്ക് മാറും. വിമർശനം, നിങ്ങൾക്ക് വിമർശിക്കണം ഒരാളെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അപ്രീഷിയേറ്റ് ചെയ്യണം. ഒറ്റയടിക്ക് തെറ്റിലേക്ക് പോവല്ല വേണ്ട. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സോ ചേഞ്ച് ദ വേ യു കമ്മ്യൂണിക്കേറ്റ്. അംജാക്ഷൻ സാർ പറയുന്നത് പ്രൈസ് ഇൻ പബ്ലിക് ആൻഡ് പണിഷ് ഇൻ പ്രൈവറ്റ്. സോ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും, നിങ്ങൾക്ക് നമ്മളുടെ മറക്കരുത് ഈ അപ്രീസിയേഷന്റെ പവർ. അതിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളത് ട്രാൻസ്ഫോം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരെന്ന് വെച്ചാൽ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് വരിക. പ്രോഗ്രാമിന്റെ കോഴ്സ് ഫീ വരുന്നത് 10,000 rupees ആണ്. പക്ഷേ ഡിസ്കൗണ്ട് ഉണ്ട്. 15-ാം തീയതിക്കുള്ളിൽ 8,000 rupeesന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം, പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാം. അപ്പൊ 2,000 rupees ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. 20-ാം തീയതിയാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വരിക, പങ്കെടുക്കുക, നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ഷിഫ്റ്റ് സംഭവിക്കുക. ഇതിന് കാരണമാണ് ഓൺലൈൻ വഴിയാണ് നടത്തുന്നത്. ഓൺലൈൻ കോഴ്സാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ പങ്കെടുക്കാം. പങ്കെടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. EFT ആണ്. EFT എന്ന് പറഞ്ഞാൽ നമ്മുടെ EFT പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ആർക്കെങ്കിലും അപ്രീസിയേഷൻ പറയാൻ താല്പര്യമുണ്ട്? ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്രീഷിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു EFT, എത്രത്തോളം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. എനിബഡി ഹു വാണ്ട്സ് ടു ഷോ ദ അപ്രീസിയേഷൻ? ആ ഒരു പ്രോഗ്രാം. യെസ്, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്തായാലും EFT പ്രോഗ്രാം ഓരോ ദിവസവും നല്ല ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ സാറ് രാവിലെ ഉണ്ടായിരുന്നല്ലോ ഫോളോ അപ്പ്. ഫോളോ അപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? പറഞ്ഞോളൂ. അടിപൊളി. ഇന്നലത്തെ ദിവസം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കടന്നുപോയി. പിന്നെ എനിക്ക് ഒരു ഫ്രണ്ട് അന്ന് എന്റെ ക്ലാസ്സിൽ വന്നിരുന്നു, ഒരു സുഷേഖ് എന്ന് പറയും. സുഷേഖും വളരെ ഹാപ്പിയാണ്. ഇന്ന് ഞാൻ 3 പേരെ ക്ലാസ്സിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അന്നേരം അവരോടൊക്കെ പറയുന്നത്, ഈ നമ്മളുടെ പുതിയ കോഴ്സിലേക്കോ അതോ അല്ല ഇപ്പൊ ക്ലാസ്സിലേക്ക് മോർണിംഗ് ക്ലാസ്സിലേക്ക്? അതെ, മോർണിംഗ് ക്ലാസ്സിലേക്ക്. ഓക്കെ, ശരി, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. എന്തായാലും നന്നായിട്ട് EFT നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ കഴിയട്ടെ എന്ന്. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് മിനി ദീപിക. നമ്മൾ മിനി വന്നിരുന്നത് അത് അവരുടെ ഒരു
കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ടെന്ന് വെച്ചാൽ ഇതേപോലെ അവരുടെ ലൈഫിൽ. യെസ്, ഹലോ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ നല്ല എന്താ പറയുക പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ EFT പ്രോഗ്രാമിൽ കാലിക്കറ്റിൽ വന്നത്. അപ്പം വന്നിട്ട് നമ്മളുടെ ഇന്നലെ നമ്മൾക്ക് ഈ ഒരു EFT കോഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന് വേണ്ട സ്പെഷ്യൽ പ്രാക്ടീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു തെറാപ്പിസ്റ്റിനെ തന്നിട്ട്, പേഴ്സണൽ തെറാപ്പിസ്റ്റിനെ തന്നിട്ട് ആ തെറാപ്പിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, ഹീൽ ചെയ്യും. ഓക്കെ, പേഴ്സണൽ തെറാപ്പിസ്റ്റിനെ തന്നിട്ട് പേഴ്സണൽ തെറാപ്പിസ്റ്റ് നിങ്ങളെ ഹീൽ ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇതിന് പുറമെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പ് തെറാപ്പിയും നമ്മൾ എന്താ വെച്ചാൽ ചെയ്യുന്നതാണ്. അത് ഈ മോർണിംഗ് ക്ലാസ്സിൽ ലഭിക്കുന്ന കാര്യമല്ല ഗ്രൂപ്പ് തെറാപ്പി. അത് ആഴ്ചയിൽ 3 ദിവസം ഗ്രൂപ്പ് തെറാപ്പി അഡീഷണലി നമ്മൾ നൽകുന്നുണ്ട്. അപ്പൊ ഇന്നലത്തെ ആ ഒരു തെറാപ്പി എനിക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയി. നല്ല അടിപൊളി ഒരു ഡേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. അപ്പൊ ഈ എനർജി മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. മിനി എന്ത് ചെയ്യുക, ഈ ഒരു എനർജി എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിലേക്ക് അവയർനെസ് കൊണ്ടുപോകുക. ഇന്നും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നല്ല പിന്നെ രീതിയിൽ. സാർ ആ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ഉണ്ട്, അത് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നേ. ഞാൻ സീക്രട്ട് വായിക്കാറുണ്ട്. അന്നേരം അത് ഇങ്ങോട്ട് സാർ പറഞ്ഞ മാതിരി തന്നെ ആ ഫീലിങ്സിലേക്ക് നമ്മൾ എത്താൻ കുറച്ച് സമയം എടുത്തു. പക്ഷെ ഈ വർഷം എന്റെ ലൈഫില് വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. വലിയൊരു കേസിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അത് ശരിക്കും ഞാൻ ആ ഒരു നന്ദി പറച്ചിലൂടെയാണ് അതെനിക്ക് സോൾവ് ചെയ്യാൻ പറ്റിയത് ശരിക്കും. എന്തോ ഒരു കേസിന്റെ ഇഷ്യൂ ആണോ? അതെ ആ അതെ, കേസിന്റെ എന്നോട് പറഞ്ഞിരുന്നു വലിയൊരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷെ ഞാനത് എന്റെ ആ ഒരു പിന്നെ ശരിക്കും മൈൻഡ് പവർ ഉപയോഗിച്ച് തന്നെ അത് കറക്റ്റ് ആയിട്ട് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ. പക്ഷെ ആ വലിയൊരു പ്രശ്നമായിരുന്നു ആ കേസെങ്കിലും എന്റെ ലൈഫില് എനിക്ക് തോന്നുന്നു ഇനി വരുന്ന നമ്മള് സാറ് കഴിഞ്ഞ ഈ ക്ലാസ്സിലാണ് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് ഓൾ റൈറ്റ് എന്നുള്ള രീതിയിലേക്ക് അത് കുറച്ചും കൂടി നല്ല രീതിയിൽ ചിന്തിക്കാൻ ഇനിയിപ്പം പറ്റി സാറിന്റെ ക്ലാസ്സിൽ വന്നപ്പം. ക്ലാരിറ്റി കിട്ടി കുറച്ചുകൂടെ. ക്ലാരിറ്റി കിട്ടി. അങ്ങനെ ക്ലാരിറ്റി കിട്ടിയപ്പോ ഇനി നല്ലൊരു ലൈഫ് വരാനുള്ള എന്റെ സോളിനെ ഒന്ന് എന്താ പറയാ മാറ്റിയെടുക്കാനുള്ളതായിരുന്നു അതൊക്കെ എന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റി. അന്നേരം ലൈഫില് ഈ ഗ്രാറ്റിറ്റ്യൂഡും അപ്രിസിയേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ആ സമയത്ത് ഇപ്പം നല്ല നല്ല ആളുകള് എന്റെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് നല്ല ആളുകള് എന്റെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എത്ര തവണ ആ ഒരു കേസിന്റെ ഇഷ്യൂ, അതായത് ഇവര് എന്നോട് പറഞ്ഞിരുന്നു ആ കേസിന്റെ കാര്യം. അപ്പൊ അതൊരു വലിയൊരു കേസിന്റെ ഇഷ്യൂ ആണ്. ആ കേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ഉണ്ടാവുന്ന സംഗതിയാണ്. അപ്പോ ആ ഒരു സംഗതി സോൾവ് ആയി പോകാൻ നിങ്ങൾ എത്ര തവണ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു? എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു? എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ശരിക്കും ആ കേസ് വന്നതിന് ശേഷം 2 വർഷം കേസുമായിട്ട് ജീവിച്ചിട്ടുണ്ട്. അന്നേരം ശരിക്കും പറയുകയാണെങ്കിൽ കേസിൽ വന്ന ആൾ അത്രത്തോളം ഒരു ഉണ്ടായിരുന്നു. ഓലത്ര അങ്ങോട്ട് മൈൻഡിലേക്ക് അത് എടുത്തിട്ടില്ലായിരുന്നെങ്കിലും പക്ഷെ ഞാനാണ് എന്നെയാണ് അത് ഏറ്റവും കൂടുതൽ എന്റെ ഫാമിലിനെ ബാധിക്കുന്നതായതുകൊണ്ട് പിന്നെ എന്നിലാണ് അത് ഏറ്റവും കൂടുതൽ അത് എഫക്ട് ചെയ്യാവുന്നത്. അന്നേരം ഞാനത് 2 വർഷം അതിന് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അന്നേരം അത് ആദ്യമൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയി. ക്യാഷിന്റെ കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ക്യാഷൊക്കെ 8 ലക്ഷം വേണ്ടിയിരുന്നു ശരിക്കും. അത് ശരിക്കും അത് 8 ലക്ഷം കറക്റ്റ് ആയിട്ട് അതിലേക്ക് എത്തിക്കാൻ പറ്റി. അതൊന്നും എനിക്ക് സാധാരണഗതിയിൽ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരത്ഭുതമായിരുന്നു ശരിക്കും. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തു, എഴുതി, പിന്നെ അവരെ മൈൻഡിലേക്ക് അവർക്ക് നന്മ നിറഞ്ഞുകൊണ്ടു. അന്നപ്പം പറയും മിനി ആ കൊടുത്ത പൈസ കൊണ്ട് അവരൊന്ന് ഇപ്പം ഓട്ടോ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അന്നപ്പം ഞാൻ പറയും സാരല്ല, അവര് നന്നായിട്ട് ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. അത് ഒരിക്കലും എനിക്ക് ഒരു വിഷമായിട്ടാണ് തോന്നൂല കൊടുത്തത്. അങ്ങനെ മാം എന്ത് രീതിയിലാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയത് ഇതിലേക്ക് എത്താൻ വേണ്ടിട്ട്? ഞാൻ ആദ്യം അവർക്ക് നന്ദി പറഞ്ഞു. കേസിലേക്ക് എത്താനുള്ള ആൾക്ക് 2 വർഷം ശരിക്കും കറക്റ്റ് ആയിട്ട് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് മാസങ്ങള് വേണ്ടി വന്നു ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി. ക്യാഷ് അപ്രതീക്ഷിതമായിട്ട് നമ്മളൊരു ബന്ധമില്ലാത്ത എന്റെ ഒരു ഫ്രണ്ട് വന്നു, അപ്രതീക്ഷിത ഇപ്പൊ പറഞ്ഞല്ലോ ആ രീതിയിൽ വന്ന് സാറ് ഹെൽപ്പ് ചെയ്തു. അതും ശരിക്കും സോൾവ് ചെയ്ത് പോകുന്നുണ്ട്. അത് കൊടുക്കാനുള്ള കാര്യം ഇപ്പൊ കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ശരിക്കും എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിരുന്നത്. വെരി ഗുഡ്.
See, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഇതിന്റെ ആ magic കല്ല് ആണ്. ഞാൻ വെക്കാറുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ആ സീക്രട്ട് വായിച്ച സമയത്ത് ആ കല്ല് ഞാൻ ശരിക്കും കൊണ്ട് പോക്കറ്റിലൊക്കെ ഇട്ട് നടക്കാറുണ്ട്. ഉം. ഇപ്പോഴാണ് ശരിക്കും സാറിന്റെ ക്ലാസ്സിൽ വന്ന EFT കൂടി കഴിഞ്ഞ സമയത്ത് നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. Very good, very good. I'm so grateful. Thank you so much for sharing your experience. Thank you so much. എന്തായാലും ആസിയ റിഷന്ത് ചോദിച്ചതാണോ അതോ ഇതാണോ പ്രോഗ്രാം? അതെ. അല്ല ഞാൻ ഇപ്പൊ മാമിനോട് ചോദിച്ചായിരുന്നു അത് ഇതിലേക്ക് എത്താൻ വേണ്ടിട്ട് ഏത് രീതിയിലാണ്, അതായത് അത് നടന്നു കഴിഞ്ഞതായിട്ടാണോ അപ്രിസിയേറ്റ് ചെയ്തത്, നടന്നു കഴിഞ്ഞതായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്തു, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തു, പിന്നെ എഴുതി. ഒരു കുറെ പുസ്തകങ്ങളുണ്ട് ഇവിടെ എഴുതിയത്. ആ എഴുത്തിന് നല്ല പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. രാവിലെകളിൽ എഴുതുമായിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ, പിന്നെ അതിന്റെ ആ ഒരു ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പോകുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ എന്തായാലും യൂണിവേഴ്സ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളും ആളുകളൊക്കെ എൻ്റെ അടുത്തേക്ക് എത്തി. Very good, very good. Thank you so much. It is so beautiful. Thank you so much. It gives me a lot of hope. Okay, പറഞ്ഞോളൂ. സാറിന്റെ ക്ലാസ് ഒരു പിന്നെ എനർജിയാണ്, ഒരു ഡേ ഫുൾ എനർജി കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ടാപ്പ് ചെയ്യാനൊന്നും അറിഞ്ഞില്ലായിരുന്നു അന്ന്. പിന്നെ കാലിക്കറ്റിൽ വന്ന് ചെയ്തതിന്റെ ശേഷം ടാപ്പ് ചെയ്യുന്ന രൂപമൊക്കെ അറിഞ്ഞു. മറ്റേ ഞാൻ ചെയ്യലുണ്ട്, എങ്ങനെയാണ് തുടക്കം എൻഡിങ് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ അതില് ഇന്നലെ ഒരു വല്ലാത്തൊരു വിഷമം ഘട്ടത്തിലാണ് അപ്പൊ ടാപ്പ് ചെയ്ത് എനിക്കതില് റിസൾട്ട് കിട്ടുള്ള തീരെ പ്രതീക്ഷയില്ലായിരുന്നു. ചെയ്ത് കുറച്ച് കഴിഞ്ഞ് വീണ്ടും പിന്നെയും ഒന്നും കൂടി 2 തവണ ചെയ്തപ്പോ പിന്നെ ക്ലിയർ ആയി കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ആ ഒരു റിസൾട്ടിലേക്ക് എത്തി അല്ലേ? റിസൾട്ടിലേക്ക് എത്തി. തീരെ ടാപ്പ് ചെയ്താൽ എന്ത് കിട്ടുള്ള മനസ്സിലായാലും ആദ്യം. പിന്നെ എന്തായാലും ഞാൻ ചെയ്യട്ടെ, എനിക്ക് ഇത് റിസൾട്ട് കിട്ടുള്ള പ്രതീക്ഷയിൽ തന്നെ ചെയ്തു. മറ്റേ രണ്ടാമത്തെ തവണ ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് തന്നെയായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. ബിന്ദു കൃഷ്ണൻ എന്തോ ചോദിക്കാനുണ്ടോ? ഓർ എന്തോ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ബിന്ദു കൃഷ്ണൻ. യെസ്, ഹലോ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ബിന്ദു. ഞാൻ മീറ്റപ്പിന് സാറിന്റെ ക്ലാസ്സിൽ അവിടെ വന്നിരുന്നു, കോഴിക്കോട്. ഓക്കെ. ഞാൻ ആദ്യമായിട്ടാണ് സാറിന്റെ മെഡിറ്റേഷൻ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതെന്ന്. പിന്നെ മിനിഞ്ഞാന്ന് ഞാൻ മെഡിറ്റേഷനിൽ കയറി. അപ്പൊ എനിക്ക് ഇന്നലെ ഒരു മരണം ഉണ്ടായപ്പോ എനിക്ക് പിന്നെ കയറാൻ പറ്റിയില്ല. ഇന്നലെ ഉണ്ടായിരുന്നോന്ന് അറിയില്ല, ഇന്നലെ എനിക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് ഞാൻ മെഡിറ്റേഷനിൽ കയറി. വല്ലാത്തൊരു അനുഭവമായിരുന്നു. എമേഴ്സിംഗ് എന്ന് പറയണം, നമുക്ക് ഒരു കീ തന്നെയാണ്, അതായത് മാജിക് കീ എന്ന് പറയണം. സാറ് മാസാണ്, സമ്മതിക്കണം. കാരണം എന്തൊരു ഫീലാന്ന് അറിയോ, കാരണം അതിൽ ജീവിക്കായിരുന്നു, പറയാൻ പറ്റില്ല. എങ്ങനെ എത്രയൊക്കെ എന്താ പറയാ, എന്റെ ഹൃദയത്തിൽ ഹാർട്ട്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡാണ് ഞാൻ സാറിന് പറയുന്നത്. പിന്നെ അതിന് വന്നത് എന്താ വെച്ചാല്, ഞാൻ പ്രതീക്ഷിക്കാതെ ഞാൻ മനസ്സിൽ, കാരണം സാറ് പറഞ്ഞിരുന്നല്ലോ ആദ്യം നമ്മൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ടാണ് ബാഹ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ ഞാൻ സാറിനെ വന്ന് കാണാനും സാറിനൊന്ന് ഷെയ്ക്കൻ ചെയ്യാനും മുമ്പിൽ വന്ന് ഇരിക്കാനും ഇതൊക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും എഴുതുകയും ചെയ്തിരുന്നു. അതായത് 2 ദിവസം മുമ്പെയാണ് എഴുതാൻ തുടങ്ങിയത്. പക്ഷെ പെട്ടെന്നാണ് എനിക്ക് വരാനുള്ളൊരു അവസരം കിട്ടിയത്. അങ്ങനെ അവിടെ വരാനും സാറിനെ കാണാനും നേരിട്ട് സാറിന്റെ എനർജി വൈബ് അനുഭവിക്കാനും എല്ലാം സാധിച്ചത് എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. കാരണം ഞാൻ സാറിന്റെ അടുത്ത് വരാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഒരു 8 വർഷം മുന്നേ വിജയൻ സാറിന്റെ ഒരു 5-6 ബുക്ക് വായിച്ചിട്ടുണ്ട്. പിന്നെ 1-2 വീഡിയോസ് അന്നൊക്കെ കണ്ടിരുന്നു. പിന്നെ ഞാൻ അങ്ങ് വിട്ടു സാറിന്റെ. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും കാണാറൊന്നുമില്ല. പിന്നെ ഈ അടുത്താണ് ഞാൻ സാറിന്റെ 1-2 വീഡിയോസ് കാണാൻ എനിക്ക് സാധിച്ചത്. അപ്പൊ തന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു, എനിക്ക് സാറിനെ ഒന്ന് കാണണം, ഒന്ന് എങ്ങനെയാണെന്ന് കാണാൻ പറ്റുക, എങ്ങനെ പിന്നെ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോ എന്തൊരു വൈബാണ്. സാർ എന്റെ മകന്റെ പ്രായമല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കുക. ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും ചെറിയൊരു ആൾക്ക് ഇത്രയും ആളുകളെ ഒരു ഗുരു ആവാനും ഇത്രയും നല്ലൊരു എന്താ പറയാ, അത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനും പറ്റും. ഞാൻ ഇതൊന്ന് അനുഭവിച്ച് തന്നെ അറിയണം, അങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്റെ മനസ്സിൽ. ഒന്ന് കാണണം തന്നെ. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഇത്രയും പ്രാവശ്യം മനസ്സിൽ ആഗ്രഹിച്ചത് കൊണ്ടാവാം അപ്പൊ എനിക്ക് ഒന്ന് കാണാൻ പറ്റി. ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു അത്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. സാറ് ശരിക്ക് ഈ ക്ലാസ്സിനെക്കാട്ടും 10 അല്ല 100 ഇരട്ടി വൈബാണ് അവിടെ കാണുന്നത്. അത്രയ്ക്കും പറയാൻ പറ്റില്ല, അത്രയ്ക്കും ഹാർട്ട്ഫുൾ താങ്ക് യു ആണ് പറയുന്നത്. അമേസിംഗ് ഫീൽ ആയിരുന്നു. സൂപ്പർ ഗ്രേറ്റ്.
താങ്ക് യു താങ്ക് യു സോ സോ മച്ച്. മച്ച്. താങ്ക് യു സോ മച്ച്. ലൈക്ക് നിങ്ങളിപ്പോ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ലൈക്ക് ബിന്ദു, ഇപ്പോ നിങ്ങള് എന്നെ കാണണം എന്ന് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചു, അങ്ങനെ അത് നടന്നല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ഒരു സംഗതി അത് എഴുതി വെച്ച് വിഷ്വലൈസ് ചെയ്തു അല്ലേ? അതെ അല്ലേ? അപ്പൊ അത് അതെ എഴുതി വിഷ്വലൈസ് ചെയ്തു എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പോലെ ഇനി ലൈഫിൽ എന്താണോ അച്ചീവ് ചെയ്യേണ്ടത്, ഇനിയും കൂടുതൽ കോഴ്സുകൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ, കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ, കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ, അത് അതേപോലെ എഴുതി പ്രാക്ടീസ് ചെയ്യുക ഇനി ബാക്കിയുള്ളത്. അതെ, നമ്മളുടെ എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ കയറണം എന്നാണ് ആഗ്രഹമുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വെച്ചാൽ 15-ാം തീയതിക്കുള്ളിൽ ഈ ഇനിയുള്ള എല്ലാ ദിവസവും ഇരുന്നിട്ട് എന്ത് ചെയ്യുക, മിനിമം നിങ്ങൾ എന്ന് വെച്ചാൽ ഒരു 28 തവണ ഓക്കെ എന്താ വെച്ചാല് എഴുതുക. എന്ത്, ഞാൻ ഈ ക്ലാസ്സിൽ എല്ലാ ദിവസവും ഇരുന്നിട്ട് എന്ത് എഴുതുക, രാവിലെ അതേപോലെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന EFT 10 days അല്ലെങ്കിൽ 30 days കോച്ചിങ് പ്രോഗ്രാമിൽ EFT 30 days കോച്ചിങ് പ്രോഗ്രാമിൽ ഇതാ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഷാഫി മുഹമ്മദ് നടത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെയാണോ പറയാം. അതായത് ആ ഒരു കോച്ചിങ് പ്രോഗ്രാമിൽ EFT ലൈഫ് മാസ്റ്ററി കോച്ചിങ് പ്രോഗ്രാമിൽ ഇതാ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ 20 പ്രാവശ്യം എഴുതി നോക്ക്. പ്ലസ് വിഷ്വലൈസും ചെയ്യുക. ആ ക്ലാസ്സിൽ ഇരിക്കുന്നതും പഠിക്കുന്നതും അത് പ്രാക്ടീസ് ചെയ്യുന്നതും എല്ലാം ജസ്റ്റ് വിഷ്വലൈസ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ഇത് നിങ്ങൾ പ്ലസ് നിങ്ങൾ ടാപ്പിംഗ് പഠിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ കൂടെ ടാപ്പിംഗ് കൂടെ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. ലോഡ്സ് ഓഫ് താങ്ക് യു. അത് ചെയ്തു നോക്കൂ. ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ എഴുതി നോക്കൂ. ഗ്രാറ്റിറ്റ്യൂഡും കൂടെ എഴുതി നോക്കൂ. നോ ഡൗട്ട് ഇറ്റ് വിൽ ഹാപ്പൻ. യു വിൽ ബി ദർ ഇൻ ദ കോഴ്സ്. അതിനുള്ള വഴി. ഓക്കെ, ഓക്കെ, താങ്ക് യു. ആരെങ്കിലും? ഓക്കെ, റിയാസ് ഭായ്, താങ്ക് യു. പറയൂ. ഹായ് ഷാഫി സാർ, എന്താ വിശേഷം? സെക്കൻഡ് മീറ്റപ്പിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഫസ്റ്റ് മീറ്റപ്പ് ഫിക്സ് സാറും ഷാഫി സാറും ഒരുമിച്ചുണ്ടായിരുന്നല്ലോ കാലിക്കറ്റ്. അതിലെ സാറ് സെക്ഷൻ ഉണ്ടായിരുന്നു, ഡ്രീമിന്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. സോ അന്ന് മുതൽ സാറെ ഫോളോ ചെയ്യുന്നത്, അതാണ് ഫസ്റ്റ് സാറെ മീറ്റപ്പ് ചെയ്യുന്നത്. സോ അതിന് ശേഷം സാറ് കാണിച്ച ഒരു 100 crore ഒരു പിന്നാലെയാണ് 2030 ആകുമ്പോഴേക്ക്. സോ ആ 6 year ആയിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ കളിക്കുന്ന സാറോട് സംസാരിച്ചിരുന്ന വിഷയം. സോ താങ്ക് യു സോ മച്ച്. സോ അന്ന് മുതൽ സാറ് കൂടെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റിയില്ല അല്ലേ? എന്തായാലും നമുക്കൊരു ബിസിനസ് പ്രോഗ്രാം നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ എന്തായാലും പ്രോഗ്രാമിൽ വരും കേട്ടോ. ഒരു ബിസിനസ് പ്രോഗ്രാം നമുക്ക് എന്താ വെച്ചാൽ ഒരു 2 days ഇവന്റോ അല്ലെങ്കിൽ 1 day ഇവന്റോ മിനിമം എങ്കിലും നമുക്ക് ചെയ്യാം. 2 days വേണ്ടി വരും. അപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ബിസിനസ് ഇവന്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് അതെന്താ വെച്ചാൽ ഉപകാരപ്പെടും. ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു പ്രൊക്രാസ്റ്റിനേഷൻ. അത് തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു അല്ലേ? അത് നമ്മൾ കുറെ ഡിസ്കസ് ചെയ്താണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ ഇഷ്യൂനെ പറ്റി. ഇമ്പ്രൂവ് ആയി വരുന്നില്ലേ? അടിപൊളി, സൂപ്പർ, ഒരുപാട്. ഓക്കെ, അപ്പൊ ബാക്കി കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇതേപോലെ ഒരു ബിസിനസ് പ്രോഗ്രാമും കൂടെ വരും. അതിലേക്ക് എന്താ വെച്ചാലും വരിക. പിന്നെ രീതിയിലേക്ക് എന്താ വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ ആവട്ടെ, ഉഷാറാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് എക്സ്പീരിയൻസ് കേട്ടോ. അപ്പൊ പറഞ്ഞതുപോലെ മറ്റുള്ള പല ആൾക്കാരും ഉണ്ട്, ഇതേപോലെ ഒരുപാട് പേരുണ്ട്. ഇനി ആരാണ്? റസൽ സംസാരിച്ചോളൂ. റസൽ സംസാരിക്കാനുണ്ടോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഹാൻഡ് റൈസ് ചെയ്ത് കണ്ടു, അതുകൊണ്ട് ചോദിച്ചാണ്. റസൽ അറിയത്? ഓക്കെ, എനിവേ, അപ്പൊ പറഞ്ഞതുപോലെ 15-ാം തീയതി നമ്മുടെ കോഴ്സ് നടക്കാൻ പോവാണ്. ആ കോഴ്സിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇവരൊക്കെ നമ്മുടെ EFT പ്രോഗ്രാമിൽ വന്നിട്ടുള്ള റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? റിയാസ്, റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എനർജി കണക്ട് ചെയ്യാൻ പറ്റിയോ? 100%. സോ അതിലാണ് അതിന്റെ ഒരുപാട് മാറ്റങ്ങൾ. അതായത് വീണ്ടും ആ ഒരു EFTയുടെ ആ ഒരു പവറിലേക്ക് തിരിച്ചു വരാൻ പറ്റും. എന്നിട്ട് ഒന്നുകൂടി റിവൈൻഡ് ആയി. ആ ഒരു അക്സെപ്റ്റൻസും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്ങും സംഗതികളും കൂടുതൽ കുറച്ചുകൂടി ഡെപ്തിൽ മനസ്സിലാക്കാൻ പറ്റിയോ? അതായത് ഈ സംഗതി എന്താണ് എന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് എന്താ പറയാ, പൊട്ടിട്ടെടുക്കാന്നൊക്കെ പറയാം. ടച്ച് ചെയ്ത് ടച്ചിലേക്ക് ഒന്നുകൂടെ ടച്ച് ചെയ്തിട്ട് കിട്ടി. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. എന്താണ് പറയാനുള്ളത് EFTയെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനുള്ളത്? കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടില്ലേ? നമ്മുടെ ലൈഫിൽ എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചാൽ ലേറ്റ് ആയി എന്നുള്ളതാണ്, അറ്റൻഡ് ചെയ്യാൻ ലേറ്റ് ആയി എന്നുള്ളതാണ്. ശരിക്കും ഒരു +2 ഒക്കെ കഴിഞ്ഞ് അറ്റൻഡ് ചെയ്യേണ്ട ഒരു കോഴ്സാണ് ശരിക്കും EFT. ലൈഫ് എൻറ്റയർലി ചേഞ്ച് ആവും. പക്ഷെ എന്നാലും ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ടൈമിൽ കിട്ടിയതും അൽഹംദുലില്ലാ. എല്ലാവരും ലൈഫിൽ EFT അറ്റൻഡ് ചെയ്യണം. ഷുവർ. താങ്ക് യു സോ മച്ച്. എനിവേ, അപ്പൊ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. വിളിക്കേണ്ട നമ്പർ ഉണ്ട്. പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ വിളിക്കേണ്ട നമ്പർ, ശരത്ത് നമ്പർ ഒന്ന് പോസ്റ്റ് ചെയ്യാവോ? 8086880775 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിക്കുക. അതിലേക്ക് തന്നെ പേയ്മെന്റ് അയക്കാം.
ആ നമ്പറിലേക്ക് പേയ്മെന്റ് അയക്കുക. എന്നിട്ട് 4 കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു എവറി വൺ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഇന്നത്തെ സെഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവറി വൺ. Thank you, sir. Thank you so much. You're Thank welcome. you very much. Amazing class. Thank you. Amazing class. Thank you. Thank you so much. Thank you. Thank you. Have a great day. Thank you. Thank you so much.